ആലപ്പുഴയിലെ വിവരങ്ങൾ നൽകാൻ YS അഭിനന്ദ് തത്സമയം ചെയ്യുന്നു. അഭിനന്ദ്, ഗുഡ് മോർണിംഗ്. ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അവിടെയും മഴ മാറി നിൽക്കുന്ന സൂചനകൾ തന്നെയല്ലേ? ഗുഡ് മോർണിംഗ് എസ് കെ. നിലവിൽ ഇപ്പോൾ ആലപ്പുഴയിൽ മഴയ്ക്ക് നേരിയ കുറവുണ്ട്. പക്ഷേ മഴ മൂലമുണ്ടാക്കിയ വെള്ളക്കെട്ടിന് ഒരു തരത്തിലുള്ള മാറ്റവുമില്ല എന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കുട്ടനാടിന്റെ ഭാഗമായ നെടുമുടിയിലാണ്. നെടുമുടിയിൽ ആ വെള്ളക്കെട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. ഇന്നലെ കാര്യമായ മഴ ആലപ്പുഴയുടെ പല ഭാഗങ്ങളിലും പെയ്തിരുന്നില്ല. എന്നാൽ ഉച്ച മുതൽ തന്നെ വലിയ മഴയ്ക്ക് കുറവുണ്ടായിരുന്നു. ഇന്നലെ ആദ്യഘട്ടത്തിലൊക്കെ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചത്. പിന്നെ ഏതാണ്ട് 11 മണിയോടുകൂടി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പക്ഷേ റെഡ് അലർട്ടിന് സമാനമായ മഴ ഉച്ചവരെ പെയ്തിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്ക് നേരിയ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ മഴ മൂലം ഉണ്ടായ വെള്ളക്കെട്ടിന് ഒരു തരത്തിലുള്ള കുറവും ഉണ്ടാകുന്നില്ല. ഇന്നലെ തന്നെ ഇവിടുത്തെ പ്രദേശവാസികളെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു. ഏതാണ്ട് 718 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ആലപ്പുഴ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലേക്ക് തുറന്നിട്ടുള്ളത്. അമ്പലപ്പുഴ താലൂക്കിൽ മാത്രമാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടുതലുള്ളത്. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ എടത്വയിൽ നിന്നുള്ള സർവീസുകൾ ഏതാണ്ട് 24 സർവീസുകളാണ് ഉള്ളത്. ഏതാണ്ട് 10 സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ ഉണ്ടെന്നത്. അത് പുനരാരംഭിക്കാനായിട്ടുള്ള നടപടികൾ ഇപ്പോഴും KSRTC ആരംഭിച്ചിട്ടില്ല. പക്ഷേ അത്തരത്തിലേക്ക് വെള്ളക്കെട്ട് രൂക്ഷമായ സ്ഥിതിയാണ് നിലവിലുള്ളത്. നെടുമുടിയിലെ ചില പ്രദേശവാസികൾ തന്നെ നമ്മൾ ചേരുന്നു. ചേട്ടാ, മഴ കുറഞ്ഞെങ്കിലും വെള്ളക്കെട്ടിന് കുറവില്ലല്ലേ? ഒരു കുറവുമില്ല. കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം കിഴക്കുന്നുള്ള നല്ല മഴ കാരണം ഇവിടെ നമ്മളെ പോലുള്ള ജനങ്ങളെ പാവപ്പെട്ടവർ ശരിക്കും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. കാരണം ഇത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ട് സംരക്ഷണം, അതായത് സർക്കാർ ഇത് കണ്ടുകൊണ്ട് നല്ല രീതിയിലുള്ള വണ്ട് സംരക്ഷണം ചെയ്യണം ചുറ്റോട് ചുറ്റും. എന്തായാലും കിഴക്ക് മഴ പെയ്താലും ഇവിടെ വെള്ളം വരുമെന്ന് നമുക്കറിയാം. ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വണ്ട് സുരക്ഷിതമായിട്ട് പിന്നെ പോകാത്ത രീതിയിലുള്ള വണ്ട് നല്ല രീതിയിൽ പിടിക്കുകയാണെങ്കിൽ കുറച്ച് ജനങ്ങൾ ഇവിടെ താമസിക്കാൻ പറ്റും അവർക്ക്. തന്നെയാണ് കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ശക്തമായതോടുകൂടിയാണ് ഇത്തരത്തിലേക്ക് വെള്ളക്കെട്ട് രൂക്ഷമായ സ്ഥിതിയുള്ളത്. പമ്പ, അച്ചൻകോവിൽ, ഒപ്പം തന്നെ മണിമലയാറ്റിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. തോട്ടപ്പള്ളി പൊഴി മുറിക്കുന്ന അടക്കമുള്ള നടപടികൾ വൈകി എന്നുള്ള ആരോപണവും നേരത്തെ ജനങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശക്തമായ വെള്ളക്കെട്ടാണ് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ കിലോമീറ്ററുകൾക്കപ്പുറമാണെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ ജനങ്ങൾ രംഗത്തെത്തിയിരുന്നു. 24 ഇന്നലെ വാർത്തയാക്കുകയും ചെയ്തിരുന്നു. ആലപ്പുഴ പോഞ്ഞിക്കരയിലായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകൾ കിലോമീറ്ററുകൾക്കപ്പുറമാണെന്നുള്ള ഒരു പ്രശ്നം നാട്ടുകാർ ഉന്നയിച്ചത്. പക്ഷേ ഇപ്പോൾ അതിനകത്ത് ആലപ്പുഴ നഗരസഭ കൃത്യമായി ഇടപെട്ടു. ദുരിതാശ്വാസ ക്യാമ്പ് തൊട്ടടുത്തുള്ള മുല്ലയ്ക്കൽ സെന്റ് ആന്റണീസിൽ ഒരുക്കി നൽകാൻ ഇപ്പോൾ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിലേക്ക് മഴക്കെടുതി രൂക്ഷമായ ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ തീരപ്രദേശങ്ങളിലും കടലാക്രമണം രൂക്ഷമാണ്. ആലപ്പുഴ, ചേർത്തല, ഒറ്റമശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ കടലാക്രമണം രൂക്ഷമാകുന്ന സ്ഥിതിയാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വീട് പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ഇവിടെ നിന്നുള്ള ആളുകളെയൊക്കെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അടക്കം മാറ്റിയിട്ടുണ്ട്. 2ാം നിലയിലടക്കം ഇന്നലെ വെള്ളമായിരുന്നു. ഇപ്പോൾ മഴ കുറഞ്ഞതിന്റെ വശത്തിൽ ആ വെള്ളം ചെറുതായിട്ടൊന്ന് താഴുന്നുണ്ട്. അങ്ങനെ വലിയ മഴക്കെടുതിയാണ് പല ഭാഗങ്ങളിലും ആലപ്പുഴയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുള്ളത്. അർത്ഥത്തിൽ വലിയ പ്രശ്നമാണ്. ഇന്നലെ കുട്ടനാട്ടിലെ പല ആളുകളുമായൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ഈ പുറംടമണ്ട് നിർമ്മാണത്തിലടക്കം നിർമ്മാണം വൈകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം അവർ ഉന്നയിച്ചിരുന്നു. MLA അടക്കം തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ആക്ഷേപവും ഒക്കെ ഇന്നലെ അവർ ഉന്നയിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ആലപ്പുഴ ഒരു ചെറിയ മഴ പെയ്താൽ പോലും വലിയ പ്രശ്നം, അത് പതിറ്റാണ്ടുകളായുള്ള പ്രശ്നം ഇപ്പോഴും അങ്ങനെ തുടരുകയാണ്. അതിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആലപ്പുഴയിലെ ദൃശ്യങ്ങളൊക്കെ അത് തന്നെയാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ മഴയ്ക്ക് നേരിയ കുറവുണ്ട്. യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീരദേശവാസികളൊപ്പം തന്നെ തീരദേശവാസികൾ ജാഗ്രത പാലിക്കുന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെ മുതൽ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ പോവുകയാണ്. പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം അടക്കം ഇവിടെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകില്ല എന്ന് നേരത്തെ PP ചിത്തരഞ്ജൻ MLA വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. വിദ്യാഭ്യാസ വകുപ്പും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കലവൂർ സ്കൂളിലടക്കം ഇന്നലെ വെള്ളം കയറിയ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ആലപ്പുഴ ജില്ലയിൽ മഴയ്ക്ക് നേരിയ കുറവുണ്ടെങ്കിലും മഴക്കെടുതി മൂലമുണ്ടാക്കിയ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ തുടരുകയാണ്. SK. ഓക്കെ, YS അഭിനന്ദാണ് വിവരങ്ങളുമായി നൽകിയത്. ആലപ്പുഴ ജില്ല തന്നെ മഴക്കെടുതികൾ ഒരുപാടുണ്ടായ സ്ഥലമാണ്. കുമരകത്തൊക്കെ ഇന്നലെ കയറി വെള്ളം കണ്ട് നമ്മൾ വയന്നു പോകും. അപ്പോൾ അതുപോലെ മീനച്ചിലാർ കരകവിഞ്ഞു. അത് ഒരുപാട് കൃഷിനാശവും ആലപ്പുഴയിൽ ഉണ്ടായിട്ടുണ്ട്.